ഒരിക്കലും ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. അറിയുന്ന ഡിസൈനേഴ്സ് അറിയാത്ത ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ആണ് 2026 UI/UX ഇത്ര ഡിമാൻഡ് കൂടാൻ കാരണം. നമ്മളിപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ യുഗത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടാസ്ക് കാര്യങ്ങളല്ല. ഇപ്പോൾ നിലവിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ എടുത്തിട്ട് അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക. ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിയേറ്റർ സ്പേസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, അതേപോലെ തന്നെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മളൊക്കെ പണ്ട് പോലെ കേട്ടുവരുന്നൊരു കാര്യമാണ് കോഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ IT ഫീൽഡിൽ ഫ്യൂച്ചർ ഇല്ല എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ 2026 കാര്യങ്ങൾ മാറി മറിയുകയാണ്. സത്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് അതല്ലേ, ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്, ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ആണ്. എന്നാൽ അത് നമ്മുടെ യൂസേഴ്സിന് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടൊരു രീതിയിൽ അല്ല യൂസേഴ്സിന് എങ്ങനെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്. അത് ആക്ച്വലി ശരിയാണ്. ആക്ച്വലി UI/UXന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതും അവിടെയാണ്. അല്ലേ, പലരും ആക്ച്വലി കരുതി വെച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു സ്ക്രീൻ ഉണ്ടാക്കുന്നതും കളർ മാറ്റുന്നതൊക്കെയാണ് UI/UX എന്നുള്ളത്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയല്ലേ? തീർച്ചയായും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ UI/UX എന്ന് പറയുന്നത് ആ കമ്പൈൻ ചെയ്താണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്നുവെന്നും UX എന്ത് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത് രണ്ടും ഒത്തുചേർന്ന് നല്ലൊരു പ്രൊഡക്റ്റ് ആകണമെങ്കിൽ അത് രണ്ടും നന്നായിട്ട് തന്നെ പോകണം. നല്ലതായിരിക്കണം, UX നല്ലതായിരിക്കണം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വിഗ്ഗി എടുത്തതിനകത്ത് നമ്മൾ എന്ത് ഫുഡ് കാണുന്നു, അത് കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു. അതിൽ നമ്മൾ കാണുന്നതാണ് UI എന്ന് പറയുന്നതും, UX നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ് അതിൻ്റെ UX എന്ന് പറയുന്നത്. ഇത് രണ്ടും നല്ല എളുപ്പമായതുകൊണ്ടാണ് സ്വിഗ്ഗി ഇത്ര നന്നായിട്ടൊരു പ്രൊഡക്റ്റായി മാറിയിരിക്കുന്നത്. ശരിയാണ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അനുഭവം തരുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് ആക്ച്വലി ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ അതൊരു ഭംഗി കൂട്ടലല്ലാതെ അതിനുപരി ഒരു പക്ക ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണെന്ന് പറയുന്നത്. അതെ, അത് തന്നെയാണ് 2026 UI/UX ഇത്ര ഡിമാൻഡ് കൂടാൻ കാരണം. നമ്മളിപ്പോൾ കഴിയുന്നതെന്ന് വെച്ചാൽ യുഗത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടാസ്ക് കാര്യങ്ങളല്ല. അപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിങ് ചെയ്തോളും. എന്നാൽ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നും അല്ലെങ്കിൽ യൂസർക്ക് നന്നായിട്ട് അതിനൊരു എക്സ്പീരിയൻസ് നൽകുമെന്നും തീരുമാനിക്കുന്ന ഡിസൈനേഴ്സാണ്. അതുകൊണ്ട് UI/UX ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു കാര്യമാണ്. അതെ, ഇക്കാലത്ത് ഈ ലാപ്ടോപ്പിനേക്കാളും ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൊബൈലാണ്. സോ യൂസേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു UX-ൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. സോ അതിപ്പം ഏത് ആപ്പ് എടുത്താലും സെയിം സിനാരിയോ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി, അത് കുറേ സമയത്തുള്ളിൽ നമ്മളെ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ആ ആപ്പിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഈസ് ഈക്വൽ ടു റവന്യൂ എന്നുള്ളൊരു ഇക്വേഷൻ തന്നെ ഉള്ളത്. കാരണം ഒരു പ്രൊഡക്റ്റ് യൂസറിന് യൂസ്ഫുൾ ആയിട്ട് വന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കും അത് യൂസ് ചെയ്യുന്ന ആൾക്കും ബെനിഫിഷ്യൽ അല്ല. അതുകൊണ്ടാണ് നല്ലൊരു ഡിസൈൻ വേണ്ടത്, നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. AI ഇമ്പാക്റ്റ് പലരും ചോദിക്കാറുണ്ട്. ഈ AI വരവോടുകൂടി ഡിസൈനേഴ്സിൻ്റെ എല്ലാം പണി പോകുന്നുള്ളത്. ഇതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. അറിയുന്ന ഡിസൈനേഴ്സ് അറിയാത്ത ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടൽ മാത്രമല്ല. അതിനകത്ത് ഇപ്പോൾ ഭംഗി കൂട്ടുന്ന ഭാഗമായിട്ടുള്ളത് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യുക, കണ്ടന്റ് റൈറ്റ് ചെയ്യുക, ഇമേജ് ക്രോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ എമ്പതി എന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി വർക്ക് ചെയ്യുക, അത് തീർച്ചയായിട്ടും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അത് ഹ്യൂമന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്ന ഡിസൈനേഴ്സ് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മളെ ഒരു ഹൈബ്രിഡ് തിങ്കേഴ്സ് അതെ, തീർച്ചയായിട്ടും. ലൈക്ക് ഒരു ഡിസൈനർ അറിയുന്ന ഒരാളും അതേപോലെ തന്നെ സെയിം ഒരു കോഡിങ് ലോജിക്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. സോ അപ്പം അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു ലേണിംഗ് പാത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ വേണമായിരുന്നു, ഡിഗ്രീസ് വേണമായിരുന്നു. പക്ഷേ ഇന്ന് ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് ആണ്. തീർച്ചയായും സ്ട്രക്ചർ ലേണിംഗ് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചുറ്റുമുള്ളൊരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കുക. ഇപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു യൂസ് ചെയ്യുന്നതും മടുക്കുന്നതും നമ്മൾ പഠിക്കുക. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ അതിന് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ടൂൾസിലേക്ക് കാണുന്നത്. പിന്നീട് ഫിഗ്മ പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൂൾസ് മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ കാണുമ്പോൾ എന്തിനാണ് അവിടെ ഒരു ബട്ടൺ പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ആണ് വേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അവിടെ എന്തിനത് പ്ലേസ് ചെയ്തു, അതെന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോടൊക്കെ പറയാറുണ്ട്, ഇപ്പം നിലവിലുള്ള വർക്ക് ചെയ്യുന്ന ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ എടുത്തിട്ട് അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ A to Z, അത് ഫസ്റ്റ് ലോഗിൻ തൊട്ട് അതിൻ്റെ ഇപ്പോൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ
എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് UI/UXനെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ബ്രോ, നമ്മളിപ്പം എയെ പറ്റി സംസാരിച്ചു, UI/UXനെ പറ്റി സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ UI/UX പാത്ത് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ പാത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നോടൊന്ന് പറയാം. ഇപ്പോൾ പോർട്ട്ഫോളിയോ പറ്റി പറയുകയാണെങ്കിൽ വെറുതെ കുറച്ച് സ്ക്രീൻസ് ആഡ് ചെയ്താൽ നല്ലൊരു പോർട്ട്ഫോളിയോ ആകില്ല. ഇപ്പോൾ നമ്മൾ അതിനകത്ത് പോർട്ട്ഫോളിയോക്കകത്ത് വേണ്ടതെന്ന് പറയുമ്പോൾ കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കണ്ടെത്തി, ഇപ്പോൾ ഒരു ആപ്പ് എടുത്തു, നിലവിലുള്ള ഒരു ആപ്പാകാം, അല്ലെങ്കിൽ നമ്മൾ ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്തൊരു ആപ്പാകാം. നമ്മളൊരു അത് കണ്ട ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം കണ്ടെത്തി അതിനെ എങ്ങനെ സോൾവ് ചെയ്തു എന്ന് അത് പോർട്ട്ഫോളിയോക്കകത്ത് കാണണം. അത് ഡീറ്റെയിൽ ആയിട്ടൊരു കേസ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന റെസ്യൂമിനെ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഇന്നതാണ് നമ്മുടെ പ്രോബ്ലം, അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് കാണുമ്പോഴാണ് ഒരു ഹയർ ചെയ്യുന്ന ഒരാൾക്ക് ഇയാൾക്ക് കാര്യം അറിയാം, ചുമ്മാ ഡിസൈൻ മാത്രമല്ല, ഇയാൾക്ക് തിയറി അറിയാം, അതെങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ടൊരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡീസ് നടത്തി അതിനെ റെസ്യൂമായിട്ട് അതിനൊരു നല്ലൊരു പോർട്ട്ഫോളിയോ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈവൻ ഫ്രഷേഴ്സിന് പോലും അത്യാവശ്യം നല്ല രീതിക്ക് സാലറി തീർച്ചയായിട്ടും പല കമ്പനികളും ഓഫർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അറൌണ്ട് 30 to 35 lakhs വരെ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ അവസരങ്ങൾക്ക് കുറവില്ല. കാരണം ധാരാളം ഡിസൈൻ കമ്പനികൾ ഇഷ്ടം പോലെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ആൾക്കാർക്ക് കൺസിസ്റ്റൻസിയും വേണം, ഒരു ക്യൂരിയോസിറ്റിയും വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു UI/UX എന്ന് പറയുന്ന കരിയർ ആക്ച്വലി അതൊരു മണി മേക്കിംഗ് കരിയർ മാത്രമല്ല, അതിലുപരി അതൊരു പ്രോബ്ലം സോൾവിങ് കരിയർ കൂടിയാണ്. ഒരു മോഷൻ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദി ക്ലബ്. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിസൈൻ UI/UX ഡിസൈൻ പഠിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. എൻഡ് ടു എൻഡ് വർക്ക്ഷോപ്പ് ആയിരിക്കും. ഇത് പ്രധാനമായിട്ട് സീരിയസ് ആയിട്ട് UI/UX കരിയർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ 10 പേർക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആയിരിക്കും. മാത്രമല്ല ഇതിനകത്ത് പങ്കെടുക്കുന്ന 10 പേർക്ക്, ബെസ്റ്റായിട്ടുള്ള 10 പേർക്ക് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി 1-on-1 ഗൈഡൻസ് നൽകുന്നതായിരിക്കും. ഇതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തലവേദന പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. അപ്പം ഈ ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത്. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.